വാട്സ്ആപ്പ് പീപ്പിൾ, ദിസ് ഇസ് മീ ഷായ്. നമുക്ക് ജർമ്മനിയിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി MRA വകയാണ്, MRA Visor. അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 days ആയി. അവിടെ നിന്ന് 22 days ആയി ഇവരെ അയച്ചിട്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് കസ്റ്റംസ് ഒരു 8ന്റെ പണി തന്നു. അവരെനിക്കൊരു ബില്ല് എമൗണ്ട് അടിച്ചു തന്നു. 6000 രൂപ ലേബർ. അവരുടെ കൊച്ചി കസ്റ്റംസിന്റെ ടാക്സ് വന്നേക്കുന്നുണ്ട്. എന്താ ചെയ്യാന്ന് അറിയാണ്ടിരുന്നപ്പോഴാണ് അവര് പൈസ അയച്ചു തന്നു. സാധനം വണ്ടിയുടെ സാധനമാണ്, എന്താന്ന് നമുക്ക് അറിയണ്ടേ. ഞാൻ ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്തതാണ്. ഞാനത് ടൈപ്പ് വെച്ച് വീണ്ടും ഒട്ടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ തുറന്നു നോക്കാം. ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് 2 വൈസറാണ് അയച്ചത്. സെയിം ബ്ലാക്ക് കളർ 2 വൈസർ, മീഡിയം ടിൻ്റാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ് MRA. ഞാൻ കേട്ടതിൽ വെച്ച് എല്ലാവരും യൂസ് ചെയ്യുന്നത് MRA Visor-ലാണ്. ഇത് ഓൾമോസ്റ്റ് 14,000 രൂപ ഒരു വൈസറിന് വരുന്നുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പിന്നെ വണ്ടിയിൽ കയറ്റണം. പിന്നെ ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട്, നമുക്കൊന്ന് വിളിക്കാം. സോ ഇതാണ് നമുക്ക് MRA Visor വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇത് ഈ വണ്ടിയിലാണ് ഫിറ്റ് ചെയ്യാം. സെമി ബബിൾ ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ഇതിനേലും കുറച്ചുകൂടെ ഒപ്പം ഉണ്ടാവും, അത്യാവശ്യം ലുക്കും ഉണ്ടാവും. അതെന്തായാലും നോക്കാം. എടുത്തിടാം. സോ ഇതാണ്, ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ഓൾറെഡി 3000 rupees ഉള്ളൂ അല്ലേ എക്സ്പെൻസീവ്. ഇത് തമ്മിലുള്ള വ്യത്യാസം പക്ക ബബിളും നല്ല ഹൈറ്റ് ഡിഫറൻസും. വണ്ടിയിലോട്ട് വരുമ്പോൾ ഒരു രക്ഷ ഉണ്ടാവില്ല. നമുക്ക് നോക്കാം എന്തായാലും. ഇതിനേലും നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. ഇതിൻ്റെ വ്യത്യാസം നോക്കി അത്യാവശ്യം ക്ലിയർ ആണ്. ഇതിൻ്റെ ക്ലിയർ നോക്കി നമുക്ക് എന്തായാലും ഇതിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിട്ടോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഷർ ഊരിയെടുക്കണം. ഇത് അടിയിലെ വാഷർ ഓൾറെഡി ഇതിൻ്റെ അകത്താണ് വരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ വൈസറിനൊപ്പം ഇത് കിട്ടില്ല. ഇത് ഒറിജിനൽ ഡ്രൈഫിൻ്റെ സ്പെയർ ആണ്. സിമ്പിളായിട്ട് ഇത് ഒരു സൈഡ് തിക്കിയിട്ട് ഇങ്ങനെ വെറുതെ കറക്കി കൊടുത്താൽ മതി, കറക്റ്റായിട്ട് ചേർക്കും. ഇത്ര ഉള്ളു കാര്യം. ഇതാണ് വണ്ടിയുടെ കറണ്ട് ലുക്ക്. ഇത് അത് മാത്രമല്ല, ഈ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ്ലി ലുക്ക് വളരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ഫീഡിങ് തന്നെ ഉണ്ട്. ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡിങ്ങാണ് ഞാൻ കണ്ടുതരാം. ഇതാണ് ഇത് മോട്ടോ വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് കോംപ്ലിക്കേറ്റഡ് ഇൻസ്റ്റാളേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഈ റബ്ബർ ഫീഡിങ് കിട്ടുന്നില്ല. റബ്ബർ ഫീഡിങ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമല്ല ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്, അത് ടൈറ്റ് ചെയ്ത് സീൽ ചെയ്ത് ബെൻഡ് ആവണ്ടായില്ല. കഷ്ടപ്പെട്ട് ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഇവിടെ അതിൻ്റെ സീലിട്ട് ഇങ്ങനെ നട്ടിട്ട് ടൈറ്റ് ചെയ്ത്. ഇതാണ് മക്കളെ ഫിനിഷ് ആയിട്ടുള്ള ലുക്ക്. വണ്ടി ഗ്രീൻ കളറല്ല കേട്ടോ, വണ്ടി ബ്ലാക്കാണ്. പക്ഷേ ഈ ലൈറ്റിൻ്റെ വട്ടത്തിൽ ഒരു രക്ഷയില്ല. ഇത് നമുക്കവിടെ കോക്പിറ്റ് വ്യൂ നോക്കാം. അതൊക്കെ എൻ്റെ മോനെ, ഇതാണ് നമ്മുടെ കോക്പിറ്റ്. ആ വൈസറോ ബീഡിങ്ങും ഒക്കെ കൂടി വന്നിട്ട് ഇനി നമുക്ക് മിററും കൂടെ കയറ്റാം. മിറർ ഇല്ലാണ്ടാണ് ലുക്കെന്ന് എല്ലാവരും പറയുന്നുണ്ട്.